ഇത് ഓഗസ്റ്റ് 3 സെക്കൻഡ് ഡേ. ഞാൻ പ്ലാറ്റിനം ജൂബിലിക്ക് പോയിരുന്നതിൻ്റെ സെക്കൻഡ് ഡേ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കഴിക്കാനൊക്കെ പോയി, അപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെയൊരു വീഡിയോ. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമുള്ള നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി നടന്നു വന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസൂത്രണ പരിപാടികളുടെ ഒരു പരിസമാപ്തി എന്നുള്ള നിലയ്ക്കാണ് ഇന്നത്തെ ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി മാറി വാല്യൂസ് കോളേജും പരിസരവും ഒക്കെ തന്നെ ആഘോഷം പ്രസരിപ്പിച്ചുകൊണ്ട് പ്രകാശപൂർണമായി ഉല്ലാസഭരിതമായി തുടരുകയാണ്. Basilius Cardinal Clevis Catholicos onto the stage for lighting of the lamp, sir, and accompanying him will be P.T. Matthew, sir, Dr. Meera George, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഗംഭീര നായക നടനും സ്വഭാവ നടനുമൊക്കെയായ ജഗദീഷ് ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. E.M. Najib, sir, and of course Jayagumar sir, may I request you back onto the stage. Nandulal, നമ്മുടെ ഇവിടെ നന്ദുവേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് അംബലി ജേക്കബ്, ഡോക്ടർ K.T. Sharian Panikar, Suju C. Joseph, A.B. George, Sandeep Senan, Priyanka, can I have you all on stage? Judith Bernard, Shirley Stewart, Ronnie Raphael, Rajiv Oenvi, and of course Anis Sunil, Anis Hassan, Sunil, Arun, Renchen, Abhilash, Gokul, A.M. Joseph, Matthew Kowood, George Jacob, Adarsh, Judith, Shankar, Albert Alex, Suresh, Qatar Chapter President, US Chapter President, Syriac, Suku, Pramod, Priti, Priyanka, Radish, Sanu, Shirley ma'am of course, Tara Kalyan, K.G. Abraham, and Ganesh Kumar. ഇത്രയും പേരുടെ പേരുകൾ പറഞ്ഞു. നമുക്ക് പോൾ മണൽ സാറിനെ കൂടി ഞാനൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. പോൾ മണൽ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. May I request Mr. Sakir onto the stage, Mr. Sakir. George Odanur sir, your presence. Sir അവിടെ വന്നിട്ടുണ്ട്. സാറിനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ, പ്ലീസ് സർ. May I request Father Kayalekal onto the stage. Father Kayalekal is already here on stage. Father? May I request Father Artuburtha onto the stage. Father Artuburtha onto the stage. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ആഘോഷിക്കുന്ന ആൾക്കാരല്ലേ. ഇന്നലെ വന്ന എത്ര പേരുണ്ട് ഇപ്പോൾ ഇവിടെ? ഇന്നലെ വന്ന ആൾക്കാരൊന്ന് കൈപൊക്കിയേ. ഇന്നലെയും ഇന്നും നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അറിയാം നിങ്ങൾക്ക് മാർവാനസിനെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്. ആ ആഘോഷങ്ങളുടെ തുടക്കമാണത് എന്ന് പറഞ്ഞോട്ടെ. മിസ്റ്റർ ഗണേഷ് കുമാർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത മിസ്റ്റർ ഗണേഷ് കുമാർ. ആ ആഘോഷങ്ങളുടെ തുടക്കമാണത്. ആ തുടക്കം നമ്മുടെ ക്ലീമിസ് പിതാവ് ആ ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. എല്ലാവരും ചേർന്ന് നമുക്കൊന്ന് കൂടണ്ടേ ഇതിനകത്ത്? Can we stand up, all of us? Let's all stand up and be united in the lighting of this lamp. The start of another journey. The start of a journey that we all celebrate, known as Mar Evanius College. Amicus President Jayagumar IAS അവർക്ക്, നമ്മുടെ മാർ ഇവാനിയോസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ജോർജ്, പ്രിയ ഗുരുഭൂതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് മാർ ഇവാനിയോസ് എന്ന മഹാകുടുംബത്തിൻ്റെ
അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിൽ സന്തോഷപൂർവ്വം ഈ ഗിരിദീപത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഗിരിദീപം എന്നത് മാർ ഇവാനിയോസ് പിതാവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ഇതൊരു വേറിട്ട് നിൽക്കുന്ന കലാലയമാണ്. നമ്മുടെ കുടുംബ സംഗമമായതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നമുക്കിവിടെ സംസാരിക്കാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് പോയി മാർ ഇവാനിയോസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കിത് പറയാൻ പരിമിതിയുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസിൽ ഇവാനിയൻ സാന്നിധ്യമുണ്ടായി 50 ബാച്ചിലുള്ള ആളാണ്. Let me welcome Mr. Mohammed Iqbal onto the stage. Mr. Mohammed Iqbal, ഇപ്പോൾ പിതാവ് പറഞ്ഞറിയാം 96 വയസ്സിലാണ്. 96 വയസ്സിൽ മാത്രമല്ല, മക്കൾ രണ്ടുപേരും ഇവിടെ പഠിച്ചത് ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇവാനിയസിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു വ്യക്തി, മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ PT മാത്യു. ശ്രീ PT മാത്യു ഉണ്ടോ? അദ്ദേഹം വന്നിട്ടില്ല. ഇപ്പോ നമ്മൾ ഇവാനിയൻ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മുമ്പേ ഉള്ള ഇവാനിയനാണ് ഈ നിൽക്കുന്നത്. ഒരു മനസ്സാണ്, ഒരു കയ്യടി കൊടുക്കുന്ന സ്വാഗതം. ഞാൻ ഈ 2 വാക്കെന്ന് പറയില്ല, പിതാവിനെ ഓൺ ചെയ്തിട്ടുണ്ട്. മനസ്സത് സംസാരിക്കും. ആദരണീയരായ തിരുമേനിമാരെ, ബഹുമാന്യ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാർ, വളരെ അഭിമാനബോധത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം 1950 ഞാൻ ഈ കോളേജിൽ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് അഭിമാനം. അന്ന് തിരുവിതാംകൂറിൽ, കേരളമായിട്ടില്ല, തിരുവിതാംകൂറിൽ ഏറ്റവും നന്നായി നടക്കുന്ന ഒരു കോളേജായി ഞാൻ അറിയപ്പെട്ടിരുന്നു. മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ പ്രയാസമാണ്. എൻ്റെ കൂടെ പഠിച്ച പ്രേം നസീർ, അബ്ദുൽ ഖാദർ, പിൽക്കാലത്ത് പ്രേം നസീർ എന്ന് അറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ, ഞങ്ങൾ 3 കൊല്ലം ചെന്നൈ സ്കൂളിൽ പഠിച്ചവരാണ്. പക്ഷേ എനിക്ക് മാർ ഇവാനിയോസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി, പ്രേം നസീറിന് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് എനിക്ക് പ്രേം നസീർ അഡ്മിഷൻ കിട്ടിയ ചങ്ങനാശ്ശേരി NSS കോളേജ്. അപ്പൊ അതിനുശേഷവും ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നും BA പഠിക്കുന്ന കാലത്തെല്ലാം തിരുവിതാംകൂറിലെ ഏറ്റവും നമ്പർ 1 കോളേജാണ് മാർ ഇവാനിയോസ് കോളേജ്, SP കോളേജ്, അതും പ്രധാനമാണ്. പക്ഷെ ഞാൻ കുറ്റം പറയല്ല, LPയിൽ അഡ്മിഷൻ കിട്ടാതെ NSS കോളേജാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയധികം അഭിമാന ബോധം എനിക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ തിരുമേനിയോട് പറഞ്ഞു, എനിക്ക് 96 വയസ്സായി. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യ പ്രിൻസിപ്പൽ ബെനഡിക്ട് തിരുമേനി, അദ്ദേഹവും ഞാനും വളരെ അടുത്ത ബന്ധമായി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിട്ടാണ് ഞാൻ കഴിഞ്ഞത്. ഇന്റർമീഡിയറ്റ് 2 കൊല്ലം പഠിക്കുമ്പോൾ അതിനുശേഷം തിരുമേനി മാറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നല്ലൊരു കോളേജ് ഈ രീതിയിലെത്തി. അന്ന് ഞാൻ കാണുമ്പോൾ ഒരു കെട്ടണയുണ്ട്, പുറകിലൊരു ഹോസ്റ്റൽ കെട്ടണമുണ്ട്. ഇന്ന് ഈ മൈതാനം മുഴുവൻ ഒരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെ. ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുള്ള സന്തോഷത്തിൽ, അഭിമാന ബോധത്തിൽ ഇത്രയും ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞത്, അതെനിക്ക് അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസം ധരിക്കുന്നു. നന്ദി, നമസ്കാരം. 1950 അതും പ്രേം നസീറിന് കിട്ടിയില്ല. മാർ ഇവാനിയോസ്, ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിനാണ് കിട്ടിയത്. പറഞ്ഞല്ലേ പറ്റുള്ളൂ, അല്ലെ ചേട്ടാ? മനസ്സിലായില്ലേ? പ്ലീസ് നെക്സ്റ്റ്. മിഥുനിനി, ഇന്നത്തെ ഈ ഒരു പരിപാടിക്കിടയിൽ വളരെ നോബലായിട്ടുള്ള ഒരു കോസ്, ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്. ഇവിടെ ഈ വേദിയിൽ 25 വീൽ ചെയറുകൾ ഹാൻഡ് ഓവർ ചെയ്യാണ് നമ്മൾ.
അതിലേക്കായി അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന വ്യക്തിയും അത് സ്വീകരിക്കുന്ന ആളിനെ ക്ഷണിക്കുന്നു. ശ്രീ പുഞ്ചക്കരി രവി ടു ഫാദർ തോമസ് കയ്യാളിക്കൽ, ബർസാർ ഓഫ് ദി കോളേജ്. രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പുഞ്ചക്കരി രവി, പ്ലീസ് ഗ്രേസ് ദ സ്റ്റേജ് സർ. ആൻഡ് ഫാദർ റവറൻഡ് ബർസാർ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ടാണ് ഇത് ഇവിടെ നടക്കുന്നത്. താങ്ക് യു സർ. വെരി നോബിൾ കോസ്. 25 വീൽ ചെയറുകളാണ് മാർ ഇവാനിയോസ് കോളേജ് ഇവിടെ സമർപ്പിക്കുന്നത്. ആ 25 വീൽ ചെയറുകളും നമുക്ക് വേണ്ടി ഒരുക്കി തരുന്ന വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മുഖേന അവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം രണ്ടു കാലം നമ്മൾ പറയിൽ ഉറയ്ക്കുന്നുണ്ട്. അല്ലാതെയുള്ള കുറേ ആളുകൾക്ക് സംഭാവനയായി സിനിമാ നിർമ്മാതാവ് ശ്രീ കല്ലയം സുരേഷാണ് ഇത്. ഞാൻ മുഖേനയാണ് ഇവിടെ എത്തി ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയായിട്ടാണ് വരുന്നത്. ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ടാണ് അഭിമാനപൂർവ്വം ഇത് നൽകുന്നത്. അഭിവന്യ പിതാവിനും ജഗദീഷിനെ ജഗദീഷാക്കിയ മാർ ഇവാനിയോസ് സുമനസ്സുകൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാർ ഇവാനിയോസിൽ പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാക്കാണ്, നമ്മളൊക്കെ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിമിത്തം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഈ സരസ്വതി ക്ഷേത്രമാണ്, മാർ ഇവാനിയോസ് കോളേജാണ്. എൻ്റെ ആ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ എന്നെ കുറിച്ച് അറിയാം. എന്നാൽ ഇപ്പോഴുള്ള സ്റ്റുഡൻസിന്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, പങ്കെടുത്തിട്ടുള്ള മത്സരങ്ങളിൽ ലൈറ്റ് മ്യൂസിക്കും സോളോ ഡാൻസും ഒഴിച്ച് പങ്കെടുത്ത എല്ലാ മത്സരങ്ങൾക്കും സമ്മാനം ലഭിച്ച ഒരു കലാകാരനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതെനിക്ക് തന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ. അത് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ ഈ ടേബിൾ ബുക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എംകോമിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് കാനറ ബാങ്കിൽ ജോലിയിൽ കയറിയ ആളാണ്. കാനറ ബാങ്കിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ അവര് ആദ്യത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു, രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, നാലാമത്തെ ചോദ്യം എനിക്കറിയില്ല, അഞ്ചാമത്തെ ചോദ്യം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അതിന് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്റെ സർട്ടിഫിക്കറ്റ്സ് കണ്ടു. അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിലുള്ളവർ, ഓഹോ ഇത്രയും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അപ്പൊ ഒരു ചെറിയ ഐറ്റം ഒന്ന് കാണിക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഐറ്റം കാണിക്കുകയായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞു, ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അപ്പോയിന്റ്മെന്റ് ഓൾറെഡി കിട്ടി. അപ്പൊ അതാണ് മാർ ഇവാനിയോസ് കോളേജിന്റെ ആ സർട്ടിഫിക്കറ്റിന്റെ വില എന്ന് പറഞ്ഞത്. അതിനുശേഷം അധ്യാപനത്തിലേക്ക് ഞാൻ തിരിഞ്ഞു. എനിക്ക് മാർ ഇവാനിയോസ് കോളേജ് അന്നത്തെ അധ്യാപകർ എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹം, മാർ ഇവാനിയോസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾ നിറഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഗീവർഗീസ് പണിക്കരച്ചൻ ഫ്രണ്ടിൽ എന്റെ പ്രോഗ്രാം കാണാനുണ്ടാവും.
ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം? അധ്യാപകർ നിരന്നിരിക്കും. വിദ്യാർത്ഥികളെ പോലെ തന്നെ ഇവിടെ മേഴ്സി ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരും എന്റെ കലാപരിപാടികൾ കാണാൻ രംഗത്തുണ്ടാവും. അവർ തന്ന സ്നേഹം, ജോർജ് ഓണക്കൂർ സാർ ഉൾപ്പെടെ. ഓണക്കൂർ സാറ് പല മത്സരങ്ങളുടെയും ജഡ്ജായിരുന്നു. എനിക്ക് സമ്മാനം തന്നതിന് പ്രത്യേകം നന്ദി. അന്ന് നന്ദി പറഞ്ഞാൽ അത് ഫേവറിറ്റിസം ഒക്കെ ആയിപ്പോ കുഴപ്പമില്ല. ഇപ്പൊ ഇന്ന് അതിന് പ്രത്യേകം നന്ദി പറഞ്ഞു. എനിക്ക് ബെസ്റ്റ് ആക്ടർ തന്ന ആ ജഡ്ജിങ് കമ്മിറ്റിയിലെ ചെയർമാൻ ജോർജ് ഓണക്കൂർ സാറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നല്ല ഓർമ്മകളാണ് എന്നെ ഞാനാക്കിയതെന്ന് പറയുമ്പോൾ എനിക്ക് തന്ന കോൺഫിഡൻസ്, എനിക്ക് തന്ന സ്നേഹം, എനിക്ക് തന്ന വാത്സല്യം. അന്ന് അധ്യാപകർ മാത്യു കോഴ്സ് സാറൊക്കെ ഒരു കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട എനിക്ക് വേണ്ട കോസ്റ്റ്യൂം റെഡിയാക്കി തന്നിട്ടുള്ള അധ്യാപകരാണ്. അങ്ങനെ എത്ര അധ്യാപകർ ഓരോ പരിപാടിയെക്കുറിച്ചും വിലയിരുത്തി അതിന്റെ ദോഷവശങ്ങൾ, അതിന്റെ മെറിറ്റ്സും ഒക്കെ പറഞ്ഞ് എന്റെ ഗുരുവിനെയും എനിക്ക് മാരി വാനീസ് കോളേജിൽ നിന്നാണ് കിട്ടിയത്. പ്രൊഫസർ വയല വാസുദേവപിള്ള സാർ. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. നാടകരംഗത്ത് എന്റെ ഗുരുവാണ്, എന്റെ ആചാര്യനാണ്. സിനിമാ രംഗത്ത് ഞാൻ ഇന്ന് തുടങ്ങിയത് നിങ്ങൾക്കറിയാം, സിനിമാ രംഗത്ത് കോമഡി വേഷങ്ങളിലൂടെയാണ്. അതൊക്കെ പറഞ്ഞു വന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മാർക്കോയിലെ ടോമി ഐസക്കായിട്ടാണ്. അപ്പൊ അതിനുവേണ്ട അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അഭിനയത്തില് ഹാസ്യവും നർമ്മവും കൈകാര്യം ചെയ്തിരുന്ന ഒരു നടൻ ഇന്ന് ഒരു സ്വഭാവ നടൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ മഴവിൽ മനോരമയുടെ തുടർച്ചയായി 3 അവാർഡുകൾ എനിക്കാണ് സ്വഭാവ നടനുള്ള അവാർഡ് കിട്ടിയത്. അപ്പൊ ആ ലെവലിലേക്ക് എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കോളേജിൽ നിന്നും ലഭിച്ച ശിക്ഷണമാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്. അതിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. First of all, Darshan, welcome back. Welcome back. A huge round of applause for Darshan, everyone. ഇന്നലെ വൈകുന്നേരവും നമുക്ക് വേണ്ടിയിട്ട് കുറെ പാട്ടുകളുമായിട്ട് അടിച്ചു പൊളിച്ച് തന്നു ദർശൻ. അതെ. And now again, Darshan on stage. Check. ദർശൻ ഏത് വർഷമാണ് ഇവിടെ പഠിച്ചത്? Sorry, ഏത് വർഷമാണ്? 94 batch. 94 pass out. I passed out. To live my life without you near me, my days would all be empty. My night would seem so long, with you I see forever oh so clearly. I might have been in love before, but it never felt this strong. Our dreams are young and we both know they'll take us where we wanna go. Hold me now, touch me now. I don't wanna live without you. Nothing's gonna change my love for you. I wanna know I love how much I love you. One thing you can't be sure of, never ask for more than your love. Nothing's gonna change my love for you. Yeah, I don't know by now how much I love you. May change my whole life through, but nothing's gonna change my love for you. Mario Vanios, that was for you guys. നമ്മുടെ മാറി വാനസിന്റെ സ്റ്റേജിൽ കയറി ബ്രേക്ക് ഡാൻസ് കളിച്ച് നെട്ടിച്ചൊരു വ്യക്തി ഇന്ന് UAE ചാപ്റ്ററിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. മേ ഐ വെൽക്കം ഓൺ സ്റ്റേജ് Bijoy. Mr. Bijoy! Bijoy names, please. 16. ഇനിയൊരു നമ്മളൊരു ടൈം മെഷീനിൽ കയറി പോകാൻ പോവാണ്. 50 right now, right?
55 right now. That doesn't show. Huge round of applause. 16 years അദ്ദേഹം മാറിവാനസിന്റെ സ്റ്റേജിൽ കളിച്ച സാധനം ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ ഒരു ശ്രമം. Will I say that? Is it okay? കൈവള ചാർത്തി വരൂ വിമുഖമീ വേദി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമീ വേദി. ഞാൻ ഇന്നിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് ഞാൻ കോളേജിൽ കയറി പ്രീ ഡിഗ്രി സമയത്ത്, ഞാനൊക്കെ പഠിച്ചിരുന്നത് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഈ കോളേജ് ക്യാമ്പസിൽ ആദ്യമായിട്ട് പാടിയ സോങ് ആണ് ഞാനിന്ന് പാടാൻ പോകുന്നത്. ഹോപ്പ് യു എൻജോയ് ദാറ്റ്. സോ താങ്ക് യു സോ മച്ച്. എന്നവളെ അടിയെന്നവളെ എന്ന இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தேன். காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண்ணிடி திலங்கி நின்றே. ഓർമ്മയുണ്ടാവും സാറിന്. സാറിന്റെ മകനാണ് ശ്രീ കൃഷ്ണകുമാർ. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ ദി കൃഷ്ണകുമാർ. രക്തത്തിൽ സംഗീതമായി പിറന്ന ആളെന്നൊക്കെ പറയുന്ന പോലെ ഞാൻ രക്തത്തിൽ മാറിവനസായിട്ട് പിറന്ന ആളാണ്. എൻ്റെ അച്ഛൻ 1957 1957 ജോയിൻ ചെയ്തു. 93-94 സമയത്ത് റിട്ടയറായി. മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. ഈ മാറിവാനസിൻ്റെ വ്യാപ്തി പറയുകയാണെങ്കിൽ ഒരു 2005 ഞാൻ സൂര്യയുടെ വേൾഡ് ടൂർ, അതായത് 17 രാജ്യങ്ങൾ 40 ദിവസങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ പേരിൻ്റെ കൂടെ സൺ ഓഫ് പ്രൊഫസർ കല്യാണസുന്ദരം എന്നുള്ള ആ വാക്കുകൊണ്ട് എന്നെ കാണാനായിട്ട് 17 കൺട്രീസിലും ഇന്ന് അമിക്കോസ് ചാപ്റ്റർ പോലെ മാറിവാനസിൽ പഠിച്ച എല്ലാവരും എന്നെ കാണാൻ വന്നിരുന്നതാണ്. ഇതൊരു ഗ്ലോബൽ അക്കാഡമി പോലെയാണ്. മകളേ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ അതിലും നാടു അനകലിപികളിലെഴുതിയ കവിതകളഴകെട്ടി ലതികൾ തളിരണിഞ്ഞുലയേ വാക്കിളി മകളേ തേൻ കുളിർമൊഴിയേ അരിയൊരിയൂ അതിലും നാടു അനകലിപികളിലെഴുതിയ കവിതകളഴകെട്ടി ലതികൾ തളിരണിഞ്ഞുലയേ.
ആർട്ടിസ്റ്റ് മാത്രമല്ല, ഡൽഹിയിൽ ഈ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഒരേ ഒരു മലയാളി ഉള്ളൂ ജൂറിയിൽ. അത് മറ്റാരുമല്ല, റെജു ജോസഫ്. ഡാൻസ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും സുനിതയും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. വെജും ഉണ്ടായിരുന്നു, നോൺ വെജും ഉണ്ടായിരുന്നു. വളരെ നല്ല ഫുഡായിരുന്നു. നമ്മൾ കൂട്ടുകാരുടെ കൂടെയൊക്കെ കഴിക്കുമ്പോഴേ പഴയ കാലത്തിലേക്കൊക്കെ അങ്ങ് ഓർമ്മ പോകും അല്ലേ. അപ്പോഴാണ് അച്ചു ഇങ്ങനെ മുന്നിലെത്തിയത് കേട്ടോ. ആ കുഞ്ഞുണ്ട്, അവൾ അവിടെ വോളണ്ടിയറായിട്ട് വന്നതാണ്. അപ്പം അവൾ പറയുമായിരുന്നു അമ്മയ്ക്ക് കൂട്ടുകാരെ കിട്ടിയപ്പം പിന്നെ ഫോൺ പോലും ചെയ്തില്ല എന്ന്. ഉള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര സന്തോഷം കേട്ടോ. എന്നിട്ട് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അവിടെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങ് വരണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ കൂടെ വന്നപ്പോഴത്തേക്ക് വളരെ വിഷമം തോന്നി കേട്ടോ. ഇനി 25 വർഷം കൂടെ കാത്തിരിക്കണ്ടേ വീണ്ടും കോളേജിൽ കയറാൻ. അതൊരു വിഷമം തന്നെയായിരുന്നു. എന്നെ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം താങ്ക്സ്.